على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم. الحمد لله. ബഹുമാനപ്പെട്ട സിദ്ദീഖ് മദനി മെദു ഉസ്താദിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മൈമൻ അക്കാഡമി അല്ലാഹു സുബ്ഹാനഹു വ തആല വിജയിപ്പിക്കുമാറാവട്ടെ. അർഹമുർ-റഹീമീനായ റബ്ബ് ഇതിന്റെ കീഴിൽ നടക്കുന്ന എല്ലാ ഖിദ്മത്തുകൾ കബൂൽ ചെയ്യുമാറാവട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗന്ദര്യം പഠിക്കൽ വളരെ മഹത്വമേറിയ ഒരു കോഴ്സാണ് തുടങ്ങുകൊണ്ട് അൽഹംദുലില്ലാഹ് വലിയ സൗഭാഗ്യം. ഇതിൽ കൂടറെങ്കെത്താൽമാർ പഠിക്കലെങ്കെത്താൽമാർക്ക് ലോകത്ത് കിട്ടിയ ഏറ്റവും വലിയ സൗഭാഗ്യം എന്തിനെന്ന് ചൊന്നെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ പഠിക്കുന്നതാണ്. ക്ലാസ് എടുക്കുന്ന ആൾമാരുടെ വിഷയമല്ല, എടുക്കുന്ന സബ്ജക്റ്റ് ഏതിട്ടാണ് നോക്കണത്. വളരെ മഹത്വമേറിയ തുല്യമായ സബ്ജക്റ്റാണ് പഠിപ്പാട്ട് പോയിട്ടുള്ളത്. ഫഖൻ നബിയ്യീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലം യുദാനൂഹു ഫീ ഇൽമിൻ വലാ കറമി. ഖൽഖുലും ഖുലുഖുലും മഹത്വമേറിയ ഒരേ ഒരാളുള്ള മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. സെറ്റിപ്പ് ഭയങ്കര സൗന്ദര്യമാണ്, സ്വഭാവവും അതിരട്ടി വലിയ സൗന്ദര്യമാണ്. രണ്ടും ഒത്തുകൂടുതലും ചൊല്ലത് ലോകത്ത് അപൂർവമായ ആൾമാർക്കെ കിട്ടും. അതിൽ ഒന്നാമത്തെ അൽ ഇൻസാനുൽ കാമിൽ ആരണ്ടി കേട്ടെങ്കിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ചില ആൾമാർക്ക് ബാഹ്യമായ സൗന്ദര്യങ്ങളിൽ കിട്ടും, പക്ഷെ ആ സൗന്ദര്യങ്ങൾ ഉള്ളെങ്കെത്ത എത്രമോ ആൾമാർ മങ്ങിലായിട്ട് ത്വറാക്കായത് സമസ്യ ചൊന്നത് നമുക്ക് പല അനുഭവങ്ങളാണ്. കാരണം ബാഹ്യമായ സൗന്ദര്യം മാത്രമാണ്, സ്വഭാവം ചൊല്ലത് തീരെ നല്ല ഇല്ലാത്തെങ്കെത്ത എത്ര ആൾമാരെ വിവാഹ ബതുക്കുൾ ബിറുക്കു വിട്ടെങ്കെത്ത അനുഭവങ്ങൾ നമുക്കൊന്തു. ഇക്കട്ട് ലോകത്ത് അൽ ഇൻസാനുൽ കാമിൽ സമ്പൂർണനായ ആളാറുണ്ട് കേട്ടെങ്കിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. وأحسن منك لم تر قط عيني وأجمل منك لم تلد النساء خلقت مبرأ من كل عيب كأنك قد خلقت كما تشاء. ഹസ്സാൻ ഇബ്നു സാബിത് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആസ്ഥാന കവിയാണ്. ആ മഹാൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുഖം നോക്കി ചെന്നത്, നീളാട്ടി ചന്തത്തെ ഒരാളെ ഒരു ഉമ്മയും പ്രസവിച്ചിട്ടില്ല, നീളാട്ടി സൗന്ദര്യമുള്ള ഒരാളെ നിന്റെ കണ്ണ് കണ്ടിട്ടേ ഇല്ല. എന്നിട്ട് ഖുലിഖത മുബറഅൻ മിൻ കുല്ലി ഐബിൻ, ഒരു ന്യൂനതയും നിങ്ങളിൽ കാട്ടുക സാധ്യമേ ഇല്ല. എല്ലാ ന്യൂനതയിൽ നിന്ന് മുക്തമായ നിലക്കാണ് നിങ്ങളെ പടക്കപ്പെട്ടത്. നിങ്ങളെ ചൊന്നിട്ടുണ്ടാക്കിയത് പോലെ ഉണ്ടുണ്ടാ ചൊന്നുകൊണ്ടുള്ള അങ്ങനത്തെ ഒരു കൊറത്ത പോലും ഒരാൾക്കും ചൊല്ലുക സാധ്യയില്ലാത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. നിർബന്ധമായും ഞങ്ങൾ പഠിക്കണം. 1500 വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജന്മവർഷമാണ് ബറകുപണ്ട്. ആ സമയത്ത് ഞങ്ങൾക്കെത്ത ഏറ്റവും വലിയ ഖിദ്മത്ത് എന്തിനെന്ന് കേട്ടെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പാട്ടെ പഠിക്കടി. അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗന്ദര്യം പരിപാടി കൊടുക്കൂ. ഡോക്ടർ മുഹമ്മദ് അബ്ദുൽ യമാനിക്ക് ഇങ്ങനെ ഒരു കിതാബുണ്ട്. അതിൽ വളരെ രസകരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അയാൾ പരിപാടി തന്നുകൊണ്ടുണ്ടു. ഞങ്ങളെ സമൂഹം തലമാറു ഏറ്റവും നല്ല സംസ്കാരമുള്ള ആൾമാരായി മാറണുണ്ടായെങ്കിൽ ഉമ്മമാർ നല്ല പഠിപ്പുള്ളെങ്കെത്ത ആത്മീയമായ പഠിപ്പുള്ളെങ്കെത്ത ആൾമാരാവണം. അല്ലാത്ത പഠിപ്പുടെ വകയല്ല ഞാൻ മുണ്ടിയോണ്ടുള്ളത്. എന്തെല്ലാം കാര്യങ്ങൾ പഠിച്ചിട്ട് കാര്യമില്ല. ഡിഗ്രിയുടെ മേൽ ഡിഗ്രി, പിന്നെയും ഡിഗ്രി കുറെ പഠിക്കാറ്. അതല്ല ഞാൻ ചൊന്നോണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ പഠിക്കുക ഔടാ എങ്കിൽ ഒരാൾക്ക് നല്ല ഒരാളായി മാറുക സാധ്യ. നന്റെ ആ ഉമ്മയുടെ മക്കളെ ഏറ്റവും നല്ല ഒരു സമൂഹമായി മാർപ്പാടു ആക്കുക സാധ്യാണ്. അൽ ഉമ്മു മദ്റസത്തുൻ ഇൻ അഅദത്തഹാ അഅദത്ത ശഅബൻ തയ്യിബൽ ഇറാഖി. അഹ്മദ് ഷൗഖി ഈജിപ്ഷ്യൻ കവി ചെന്ന പോലെ ഉമ്മാൻ ചൊല്ലത് ഒരു പാഠശാലയാണ്. ആ ഉമ്മക്ക് ഇങ്ങനത്തെ ശിക്ഷണാണ് കിട്ടണായ ആധ്യാത്മികപരമായ ആത്മീയമായ കൽബ് നന്നാക്കടെങ്കത്തെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മഹബത്തും അള്ളാഹുടെ പിർസവും കിട്ടണെങ്കത്തെ ശിക്ഷണ. അങ്ങനെ കിട്ടുമ്പോഴാണ് ഈമാന്റെ മാധുര്യം അനുഭവിക്കുക സാധ്യ. അങ്ങനത്തെ ഒരു ഉമ്മ ഉണ്ടായെങ്കിൽ തന്റെ മക്കളെ അതേ വഴിയിലൂടെ വളർത്തുക വിടൂ. ഈ റബീഉൽ അവ്വൽ ബണ്ടാട്ടി മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ ധാരാളം പഠിക്കുക ഞങ്ങളെ കൊണ്ട് സാധ്യമാവുന്നു. ഞങ്ങൾ ഔത്തുൽ ചെമ്മവട്ട മക്കളൊട്ടിಗೆ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേര് ചൊന്നോണ്ടിക്കൊണു തലവാറുമ്പ ഇത് എന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഒരു 10 വട്ട 100 വട്ട ഒരു ഔത്തുൽ ഒരു നാൾ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബി റസൂൽ ഇങ്ങനത്തെ പദങ്ങളെല്ലാം വരട്ടൂല. സ്വലാത്തുകൾ നിരന്തരമായി വരട്ട്, അവിടെ ഏറ്റവും വലിയ ബർക്കത്തുകൾ ഉണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷതങ്ങൾ ധാരാളമുണ്ട്. ಅದರ ಬಗ್ಗೆ ഖസായിസ് ഉണ്ടാണ് ചൊല്ലെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഗസവാത്ത് യുദ്ധങ്ങളെ ಬಗ್ಗೆ ചർച്ചയാക്കിങ്കെത്ത ആയിരക്കണക്കിൽ ഗ്രന്ഥങ്ങളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബതുക്കു ജനനത്തെ മുന്നോൽ പിന്നെ വഫാത്ത് വരെയുള്ള ജീവിതം ചർച്ചയാക്കിങ്കെത്ത സീറത്തുൻ നബവിയ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യ ബാഹ്യവും ആന്തരികവുമായ സൗന്ദര്യം ചർച്ചാക്കടെ ഷമായിൽ ഗ്രന്ഥങ്ങളുണ്ട്. ലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ മാത്രം രചിക്കപ്പെട്ട ഗ്രന്ഥങ്ങൾ ഒരു മൈതാനത്ത് ഒരുമിച്ച് കൂട്ടാറുണ്ടായെങ്കിൽ ഈ ജഗത്തുര ഏറ്റവും വലിയ ലൈബ്രറി അതുകൊണ്ടാണ് ബുദ്ധിജീവിങ്ങ ചെന്നുകൊണ്ടുള്ളത്. അത്രയും കോടിക്കണക്കിൽ ഗ്രന്ഥങ്ങളാണ് ഒരു വ്യക്തിയുടെ ಬಗ್ಗೆ പഠിക്കുള്ളൂ.
അപ്പൊ ആ നേതാവുടെ മഹത്വം എത്രയായിട്ടിരിക്കും. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾക്ക് വിവരങ്ങളില്ല, അറിവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ ಗೊತ್ತಿಲ್ಲ. ഗൊന്താവിടെ ഉണ്ടായെങ്കിൽ പിന്നെ മഹബത്ത് ഞങ്ങളെ കൽബിൽ വേറെ ഒരാളെ കൊടുക്കുമോ നിങ്ങൾ റെഡിയില്ല. ഈ അടുത്ത് മക്കത്തിൽ ജന്നത്തുൽ മുഅല്ലാത്ത് പോയി വരാത്ത, മക്കത്ത് പോയിട്ട് അവിടെ പോവാത്ത ആൾമാരുള്ള ഹജ്ജിക്ക് പോയപ്പോ എയർപോർട്ട് വരുമ്പോ പാതിക്ക് വരുമ്പോഴാണ് അങ്ങ് ചൊല്ലേ, ഓ ഖദീജ ബീവിനെ മുട്ട നിങ്ങൾ പോയാ കേൾക്കുമ്പോ, ഓ അങ്ങനെ ഉണ്ടാ അവിടെ പോയിട്ടില്ലങ്ങ മക്കത്ത് 34 ചില്ലാറ തെച്ചിട്ട് ഖദീജ ബീവിയുടെ മുട്ട പോകും മനസ്സാവാത്ത ആൾമാർ എന്ത് മനസ്സായില്ല എന്ന് ചൊന്നെങ്കിൽ ഖദീജ ബീവിയുടെ ಬಗ್ಗೆ അങ്ങ് ಗೊತ್ತಿಲ್ಲ. ഖദീജ ബീവിയുടെ ಬಗ್ಗೆ റളിയല്ലാഹു അൻഹ ആ ഉമ്മയുടെ ಬಗ್ಗೆ ഒരാൾ പഠിച്ചാണ്ടായെങ്കിൽ, ഞാൻ അതാ ചൊന്നുണ്ടല്ലോ, അറിവ് വേണം, പഠിപ്പ് വേണം. പഠിച്ചാണ്ടായെങ്കിൽ ആ ഉമ്മയുടെ സാന്നിധ്യത്തെ പുറത്തു പറഞ്ഞു സാധ്യയില്ല. അവർക്ക് അവിടെ പോകുമ്പോൾ അവിടെ കുറെ അറബിയും തെച്ചിട്ട് യാ അമീറത്തെ മക്കാൻ ചൊന്നുള്ളാർ, മക്കത്തെ റാണിയിട്ട് വിളിച്ചുകൊണ്ടുള്ളാർ. ഞാൻ ചൊന്ന ഇത് മക്കത്തെ റാണിയല്ല, ഇത് ലോകത്തെ റാണിയാണ്, കിരീട്ടം വെക്കാത്ത റാണിയാണ്. അന്ത്യനാൾ വരെ ഈ മുസ്ലിം ഉമ്മത്ത് എന്തെല്ലാം ഇസ്സത്ത് വേണ്ട ആൾമാർ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ആക്കടാറ അതിലെ ഒരു അംശം മക്കത്തെ മക്ബറത്തുൽ മുഅല്ലാത്തിൽ കിടക്കടെ ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ സന്നിധാനത്ത് പോയോണ്ടേക്കിട്. മദീനത്ത് ആദ്യം ഞങ്ങൾ പോയാ, പിന്നെ മക്കത്ത് പോയാ, വീണ്ടും മദീനത്ത് പോകണമെന്ന് മനസ്സായിട്ട് കുറച്ച് ആൾമാരിട്ട് ചെല്ലുമ്പോ ചില ആൾമാർ ഉറക്ക പോയിട്ടല്ലേ ഇനിയും പോണാ, ഇത്രയും റിസ്ക് എടുത്തിട്ട് പോണാണ്ട് അങ്ങ് കേട്ടോണ്ടല്ലേ ഗൊന്തില്ല. യഥാർത്ഥത്തിൽ ജണ്ടുവട്ടല്ല, എത്ര 2000 വട്ടല്ല 10,000 വട്ട പോയെങ്കും മനസ്സിലെ ദാഹം തീരാത്ത റായാണ് മദീന. അപ്പൊ ഞാനിത് ചൊന്നു വന്നുകൊണ്ടുള്ള ഒരാളെ ಬಗ್ಗೆ പഠിക്കുമ്പോഴാണ് മഹബത്ത് വേണ്ടേ, അല്ലാണ്ട് വെറുതെ ഇങ്ങനെ തുള്ളിട്ട് കാര്യമില്ല. വെറും സ്റ്റാറ്റസിൽ വീഡിയോ ഇട്ട പാടെ യന്ത്രമാ മെസ്സേജ് ഇട്ട പാടെ മഹബത്ത് ഉണ്ടുണ്ടല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ಬಗ್ಗೆ ദെച്ചിട്ട് ചെമ്മ പഠിക്കണം. അങ്ങനെ പഠിച്ചിട്ട് കൽബുൽ മഹബത്ത് പറഞ്ഞു ആ വഴിയിലൂടെ നേര ചൊവ്വ സഞ്ചരിക്കൂ നമുക്ക് സാധ്യമാവണം. ഇസ്തിഖാമത്തിൽ ബതുക്കും ചൊല്ലത് അതാണ് ഞങ്ങളുടെ ലൈഫ് സമാവണം. കൂടെ ഞങ്ങൾ പഠിക്കോ പോകേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യമാണ്. അൽഹംദുലില്ലാഹ്, ലോകത്ത് ഒരു വ്യക്തിയുടെ ശരീര സൗന്ദര്യം ഇതുപോലെ പിന്നെ ചർച്ചയാക്കിയത് ഞങ്ങൾക്ക് എവിടെയും കാട്ടുക സാധ്യമേ അല്ല. ഒരു ചിത്രമില്ല, ഒരു ചിത്രീകരണ ഇല്ല, ഒരു ഫോട്ടോ ഇല്ല. എന്നിട്ടും 1400 വർഷം കഴിഞ്ഞിട്ടും മുസ്ലിം ഉമ്മത്ത് അങ്ങനെ കൽബിൽ വെച്ചിട്ട് ആ നേതാവിടെ സ്നേഹിച്ചുകൊണ്ടുള്ളാറ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക ഏതെന്ന് കേട്ടെങ്കിൽ മദീനത്തിലുള്ള ഹുജ്റത്തു ഷരീഫ അല്ല, ലോകത്തെ കോടിക്കണക്കിൽ മുസ്ലിമീങ്ങളെ കൽബുണ്ട് നമുക്ക് ചെല്ല. സ്വഹാബത്ത് ആ നേതാവുടെ എതിരിൽ തപസ്സു വെച്ചാറ്, ശരീരത്തെ പഠിച്ചാറ്, തലയുടെ ಬಗ್ಗೆ പഠിച്ചാറ്, കണ്ണ്, മൂക്കു, കാത്, കാല്, ശരീരത്തെ A to Z അവയവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ പഠിച്ചാറ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാവ് എങ്ങനെ, പൂൾ എങ്ങനെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നടത്ത എങ്ങനെ, ഇരുത്ത എങ്ങനെ, കിടത്തം എങ്ങനെ, സഞ്ചാരം എങ്ങനെ, യുദ്ധം എങ്ങനെ, യുദ്ധം ഇല്ലാത്ത സമയത്ത് എങ്ങനെ, എല്ലാം സ്വഹാബത്ത് പഠിച്ചിട്ട് പിൻ തലമുറക്കാർക്ക് പരിപാടി തന്നാറ്. ഏതുവരെ പഠിച്ചാറും ചൊന്നെങ്കിൽ ആ നേതാവുടെ തലലും താടിലും പൽത്ത മുടിയെത്രയാൻ ചൊന്നിട്ടു സ്വഹാബത്ത് പരിപാടിയാറ്. ഇരിയവുൾ കീഴാണ് പോന്നിട്ട് അങ്ങനെ റിപ്പോർട്ട് ചെന്ന മഹാന്മാരുള്ളാർ. ഒരാളെ മുന്നിൽ വെച്ചിട്ട് ആ ഒരാളെ താടിയിൽ തലയിൽ പൽത്ത മുടി എത്രയാണ് പഠിച്ചത് ലോകത്ത് ഒരേ ഒരു വ്യക്തിയുടെ വകയായിട്ടേക്കും. സ്വന്തം ബാപ്പ മരിച്ചിട്ട് 10 വർഷം കഴിയുമ്പോ ആ ബാപ്പക്ക് താടിയും താൻ കേൾക്കുമ്പോ സംശയം അവിടെ എത്ത മക്ക ഉള്ളാറ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്ത് മഹാവിസ്മയമാണ്. അക്രിം ബിഖൽഖി നബിയ്യിൻ സാനഹു ഖുലുഖുൻ ബിൽ ഹുസ്നി മുസ്തമിലിൻ ബിൽ ബിശ്രി മുത്തസിമി. ഉസിരിമാമയുടെ ഗിരക്കടികരയിടണം. എത്ര വലിയ മഹത്വമേറിയ ആശയമാണ് ഈ ഗിരൽ ചൊന്നുകൊണ്ടുള്ളേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൃഷ്ടിപ്പ് വളരെ മഹത്വമാണ്. ഖുലുഖ് അതിറാട്ടി അപ്പുറമാണ്. എന്തൊരു നല്ല സ്വഭാവമാണ്. ഇത് രണ്ടുമാണ് ഷമായിൽ ചർച്ചയാക്കിക്കൊണ്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗന്ദര്യ ശാസ്ത്രം ലോകത്ത് ഏറ്റവും കൂടുതൽ സമർത്ഥിച്ച് പരിപാടിക്കത്തെ അഗ്രഗണ്യ ഗ്രന്ഥാണ് ഇമാം തുർമുദി റളിയല്ലാഹു അൻഹുടെ ഷമാഇൽ തുർമുദി. അതൊക്കെ എത്രമോ മഹാന്മാർ ഗ്രന്ഥങ്ങൾ വിശദീകരണങ്ങൾ എഴുതാർ. ബഹുമാനപ്പെട്ട ഇമാം യൂസുഫ് നബഹാനി റഹിമഹുല്ലാ വഫാത്തായിട്ട് 100 വർഷമായില്ല. ലബനാന്റെ പ്രസിദ്ധനായ പണ്ഡിതനാണ്. 100 കണക്കിൽ കിതാബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ എഴുതിയത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വപ്നം കണ്ടതിന്റെ ಬಗ್ಗೆ മാത്രം അയാളും അയാളെ പെഞ്ഞായി മക്ക കുടുംബം കണ്ടതിന്റെ ಬಗ್ಗೆ അൽ മുബശ്ശറാത്തുൽ മനാമിയ എന്ന് ചൊല്ലിട്ടു ആ മഹാൻ സ്വപ്നത്തെ ಬಗ್ಗೆ വിശദീകരിക്കണമെങ്കിൽ കിതാബ് എഴുതർ. മൊത്തത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ മാത്രം ഖിദ്മത്താക്കിയ കെത്ത മഹാനാണ്. അയാൾക്ക് വസായിലുൽ ഉസൂൽ ഇലാ ശമാഇലിർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ഒരു കിതാബുണ്ട്. ആ കിതാബിന്റെ ഒരു വ്യാഖ്യാനം ഞാൻ എടുത്തു നോക്കിയ മുൻതഹസ്സൂൽ ഇലാ ശമാഇലിർ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗന്ദര്യം എഴുതിയ വസായിലുൽ ഉസൂലിന്റെ ഷർഹാണിത്. ഇതിൽ 2000 ചില്ലാര മുട്ട പേജാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗന്ദര്യത്തെ ಬಗ್ಗೆ വിശദീകരിച്ചുകൊണ്ടുള്ളത്. പഠിക്കുക ഞങ്ങൾ മുന്നോൽ വന്നാണ്ടായെങ്കിൽ ഞങ്ങളെ മുന്നോൽ പ്രവിശാലമായ സാഗരമാണുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് യന്ത്ര ഉൾക്കൊള്ളിലേക്ക് എത്തക്കപ്പെ ഞങ്ങൾക്ക് എന്തും ಗೊತ್ತಿಲ್ಲ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മക്ക എത്ര ಗೊತ್ತಿല്ലാത്ത ആൾമാരുള്ളാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആൺമക്ക എത്ര പെൺമക്ക എത്ര അതും ಗೊತ್ತಿല്ലാത്ത ആൾമാരുള്ളാർ. ഇക്കട്ട് ഞാൻ വിശദീകരിക്കില്ല, അവസാനിപ്പിച്ചുകൊണ്ടുള്ള ഇത് വളരെ മഹത്വമേറിയ ലോകത്ത് ഏറ്റവും വലിയ സൗഭാഗ്യം കിട്ടിയ ആൾമാർക്ക് അല്ലാണ്ട് ഈ സൗന്ദര്യം പഠിക്കൂ സാധ്യയില്ല. ബഹുമാനപ്പെട്ട സയ്യിദത്തുന ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ, ആ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ ഇന്നലെ ഞാൻ KGN ഒരു ക്ലാസ് ഉണ്ട്. ഹിജ്റത്തെ ബഗ്ഗെയാണ് ക്ലാസ്. ഹിജ്റത്തെ റൂട്ടർ അധ്യയനാണ്. അങ്ങനെ ആ പ്രയാണം ആ സഞ്ചാരം അങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖുദൈദ് ചൊല്ലുന്ന ജാഗത്ത് അവിടെയാണ് ഖൈമത്ത് ഉമ്മി മഅബദ്. ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ അവിടെ ഖൈമ ഉള്ളേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ പോയിട്ട് കേൾക്കടാറ് എന്തെങ്കിലും ഉണ്ട കുടിക്കൂ, എന്തുമില്ല, ഭക്ഷണമില്ല, പൈസ കൊടുത്തിട്ട് എടുക്കുകയാണ് നോക്കൂടെ, എന്തും ഇല്ല. അപ്പൊ ചൊല്ല ഒരു ആട് കണ്ടുകൊണ്ടുണ്ട്. ആ ആട് ഞങ്ങൾ കറക്കട്ട, ആ ആടിൽ പാലില്ലത് എനിക്കു തീരാത്ത ആടാണ്, കറക്കട്ടാൻ കേക്കിട് പാലിന്നും കറക്കോറും ചെല്ലു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് കറക്കിട് സമൃദ്ധമായ പാലാണ്, അങ്ങ് എല്ലാവരും
പഠിക്கிறாரு. ഇൻകും ഒരു പാത്രത്തിൽ വീത്തി വെച്ചിട്ട് പോണ്ടാർ. പോകുമ്പോഴാണ് ഉമ്മ മഅബദ് റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് അബൂ മഅബദ് ആട് കൂട്ടിക്കൊണ്ട് പോയിട്ട് മേക്കവും. അയാൾ തിരിച്ചു വന്നു നോക്കുമ്പോൾ പരിസരം ഭയങ്കര സമൃദ്ധാണ്. നേരത്തെ പോയ വണങ്ങിയ പരിസരം അല്ല. എന്തൊരു വിഷയം കേൾക്കിട്ട് എന്തോ ഒരു ചേഞ്ചസ് കണ്ടുകൊണ്ടുണ്ടല്ലേ. ആ സമയത്ത് അയിമ ചൊല്ലു, ഇന്നഹു മർറ ബിനാ റജുലുൻ മുബാറക്, ഇവിടെ വലിയ ബർക്കത്തുള്ളെങ്കെത്ത ഒരാൾ ഈ വഴിയിലൂടെ പോയിടുന്നു ചൊല്ലു. എന്നിട്ട് അപ്പൊ കൊന്തൈത്ത് ഇതൊരു ബർക്കത്തുള്ള ആളാണ് പോയിടെ. സുഫീഹീലനായ ഉമ്മമാഴബൻ പെഞ്ഞായിരൊട്ടി അയാൾ ചൊന്നുകൊണ്ടുണ്ടു. ആ പോയ ആളെ നിങ്ങൾ കണ്ടാറല്ല, ഒന്ന് വർണ്ണിക്കമാ എങ്ങനത്തെ ആളും ചൊന്തറമാൻ കേൾക്കുമ്പോ ലോക ചരിത്രത്തിൽ അതുല്യമായ വർണ്ണനയാണ് ഒരു പെണ്ണിങ് ആക്കിക്കൊണ്ടുള്ള ഉമ്മമാഴബൻ റളിയല്ലാഹു അൻഹ. അതിപ്പോ വിശദീകരിക്കുന്നൊക്കെ നേരെ എല്ലാം നീണ്ട ഹദീസാണ്. റഅയ്തു റജുലൻ ലാഹിറൽ വലാഅത്തി, ഭയങ്കര സൗന്ദര്യമുള്ളെങ്കെത്ത ഒരാളെ ഞാൻ കണ്ടേ. അയാളെ കണ്ണയുടെ ಬಗ್ಗೆ, അയാളെ കണ്ണയുടെ പിരിയത്തെ ಬಗ್ಗೆ, അയാളെ കൈയുടെ ಬಗ್ಗೆ, ശരീരത്തെ ಬಗ್ಗೆ സംസാരം ഹൽവുൽ മന്തിഖ്, ഏറ്റവും നല്ല സംസാരമാണ്. അയാളെ സംസാരം ഉതിർന്നു പോളുടെ മുത്തുമണി പോലെ ഉണ്ടുകൊണ്ട് ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ വിശദീകരിക്കുന്നത്. മഹാന്മാർ ചെല്ലാറ് ഒരു സ്വഹാബിക്ക് വർണ്ണിക്കുകയാവാത്ത രൂപത്തിൽ അത്ഭുതകരമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിച്ചെങ്കെത്ത പെണ്ണാണ് സയ്യിദത്തുന ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ. അങ്ങനെ ജണ്ടാലും പോണ്ടാറ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട് ഇസ്ലാം സ്വീകരിക്കാറ്. അപ്പൊ ഇവിടെ അയിമവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സൗന്ദര്യമാണ് ഇങ്ങനെ ഒറ്റ നോട്ടത്തിൽ കണ്ടപ്പോ വല്ലാണ്ട് അത്ഭുതപ്പെട്ടു പോയി. തൈമ ചൊന്നത് റഅയ്തു റജുലൻ ലാഹിറൽ വലാഅ, ഭയങ്കര സൗന്ദര്യത്തെ ഒരാളെ ഞാൻ കണ്ടേൻ. അപ്പൊ ഈ ശമായിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തലയുടെ ಬಗ್ಗೆ, കൈയുടെ ಬಗ್ಗೆ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുടിയുടെ ಬಗ್ಗೆ, മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല്ലിയുടെ ಬಗ್ಗೆ, മുഖത്തെ ಬಗ್ಗೆ, കഅന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി, സ്വഹാബികൾ ചെന്നാർ ആ നേതാവുടെ മുഖത്തിൽ സൂര്യൻ ഇങ്ങനെ സഞ്ചരിച്ച പോലെയുണ്ട്. അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്ന ഈ സൗന്ദര്യ അധ്യയനത്തിലൂടെ പഠനത്തിലൂടെ ഞങ്ങൾ ബതുക്കൂ ചേഞ്ച് ആവണു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിച്ച് ആ സൗന്ദര്യം ആസ്വദിക്കൂ സാധ്യമാവണു. തുർമുദി ഇമാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം അങ്ങ് വിശദീകരിച്ച് അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണ്ട അധ്യായമാണ് ചൊന്തന്നുകൊണ്ടുള്ളത്. അപ്പൊ ഈ സൗന്ദര്യ ആസ്വാദനത്തിലൂടെ, ഈ പ്രയാണത്തിലൂടെ ഞങ്ങൾക്ക് കിട്ടുന്നായ ലാഭം ഒരു നാളല്ല ഒരു നാൾ ആ നേതാവിടെ ഞങ്ങൾക്ക് കാണുകാവണു. എത്രമോ മഹാന്മാർ കണ്ടാർ. ഹത്താ ലാ തുഹറം മിൻ റുഅയത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിൽ മനാം. ഡോക്ടർ മഹ്മൂദ് സബീഹി ചൊല്ല ഈജിപ്തുകാരനായ പണ്ഡിതൻ എഴുതിയ 600ഓളം പേജുള്ള കിതാബിൽ ആയിരക്കണക്കിൽ ഇമാമിയങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആൾമാരെ പരിചയപ്പെടുത്തിക്കൊണ്ടുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകുള്ള വഴികൾ ചൊന്നിട്ടു. ബഹുമാനപ്പെട്ട ഹസൻ ഷദ്ദാദ് റഹിമഹുല്ലാഹ് എഴുതിയെങ്കെത്ത കിതാബുണ്ട്. ഇങ്ങനെ ആയിരക്കണക്കിൽ ഗ്രന്ഥങ്ങളുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിക്കുകയും കാണുകയും. അങ്ങനെ ഈ പഠിപ്പിലൂടെ അവസാനം നമുക്ക് കാണും. അള്ളാഹു തൗഫീഖ് തരട്ടെ. മങ്കൂസ് മൗലിദ് അവസാനത്തെ അധ്യായം മങ്കൂസ് മൗലിദ് ഞങ്ങൾ ഓതറല്ലേ, അതിൽ അവസാനത്തെ 5ാമത്തെ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണനയാണ് ചൊന്തന്നുകൊണ്ടുള്ളത്. ഈ വർണ്ണന ഏതും കേട്ടെങ്കിൽ മഖ്ദൂം തങ്ങൾ അതിൽ കൂട്ടിയത് പണ്ട് ഹിജ്റത്തെ തെരൽ ഉമ്മു മഅബദ് റളിയല്ലാഹു അൻഹ നടത്തിയെങ്കെത്ത മൗലിദാണ് ഈ മഹാൻ കൂട്ടിക്കൊണ്ടുള്ളത്. 1500ാമത്തെ വർഷത്തെ മീലാദ് വരുമ്പോ സഹോദരിമാരാണ് കേട്ടോണ്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തത് 30 നാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ಬಗ್ಗೆ എന്തെങ്കിലും പ്രോഗ്രാം ഞങ്ങൾ ഔത്തുലാക്കോ സാധ്യവും. നാനാക്കിയത് ഞങ്ങൾ ഔത്തുൽ ഇന്നാലിന്നത് ആക്കണമെന്ന് ചൊന്നിട്ട് ഷെഡ്യൂൾ ആക്കിയത്, അതുക്കുള്ള എല്ലാ വഴികളും ഉണ്ടാക്കിയത്, വ്യവസ്ഥ ആക്കിയത്. എന്തെങ്കിലും ചൊന്നെങ്കിൽ ഞങ്ങൾ പെഞ്ഞായി മക്ക, ഞങ്ങളാവാ, ഞങ്ങൾ പരിസര എല്ലാവർക്കും ഈ മഹബത്ത് കൊന്താവണു. പരിസരങ്ങൾ മലിനമാണ്, ബെടക്കാണ്, മോശാണ്, എഞ്ഞ നോക്കിയെങ്കും ബെടക്കാണ്. ആ സമയത്ത് മരുഭൂമിയിലെ ഓയസിസ് പോലെ ഒരല്പമെങ്കിലും മഹബത്ത് ഞങ്ങളെ മക്കളെ കൽബുക പറഞ്ഞു, ആദ്യമായി ഞങ്ങളെ കൽബുക പറഞ്ഞു. അതുകൊണ്ട് റബീഉൽ അവ്വലിന്റെ 30 നാൾ എന്തെങ്കിലും പ്രോഗ്രാം ഉമ്മമാരുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കൂ സാധ്യമാവുന്നു. ഒരു നാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടാഹാരങ്ങൾ ഞങ്ങൾ പ്രിയപ്പെട്ട ഉമ്മമാർക്ക് ആക്കൂ സാധ്യ. ഷമായിലൂടെ നമുക്ക് അത് പഠിക്കൂ സാധ്യവും. ഒരു നാൾ അത് മാത്രം ഉണ്ടാക്കുക. ഒരു നാൾ എന്തെങ്കിലും സ്വലാത്ത് മജ്ലിസ്, ഒരു നാൾ എന്തെങ്കിലും വേറെ 10 മിനിറ്റ് വേറെ ഒരു പ്രോഗ്രാം, ഒരു നാളും മൗലിദ് ഓതാത്തെങ്കെത്ത നാൾ ഞങ്ങൾ ഔത്തുൽ ഉണ്ടാകൂ തീര. അങ്ങനെ മഖ്ദൂം തങ്ങൾ രചിച്ചെങ്കെത്ത മങ്കൂസ് മൗലിദിന്റെ അവസാനത്തെ ഹദീസിൽ ഒരാൾ ചൊല്ലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടതിന്റെ വകയാണ് ചൊല്ലുക. റഅയ്തുൽ ലൈലത റജുലൻ ഹസനൽ വജ്ഹി ത്വയ്യിബർ റായിഹതി അളീമൽ ഹൈബത്തി അസജ്ജൽ ഹാജിബൈനി സഹ്ലൽ ഖദ്ദൈനി ഇദാ തകല്ലമ ഫഅലൈഹിൽ ബഹാ വഇദാ സമത ഫഅലൈഹിൽ വഖാർ ഹുൽവുൽ മൻതിഖ് ഇദാ തലഅ തഖൂലു ഹാദൽ ബദ്റുൽ മുനീർ وإذا مشى يفوه منه المسك والعنبر ما أحسن وجهه وما أطيب رائحته. എന്തൊരു മുഖമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു നല്ല മണമാണ്, സുഗന്ധമാണ്. ആ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുഗന്ധത്തെ ಬಗ್ಗೆ വസായിലുൽ വസൂൽ യൂസുഫ് നബഹാനി റഹിമഹുല്ലാഹ് വിശദീകരിക്കുന്നത്. മദീനത്തിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടബണ്ട് എൻ്റെ മോൾക്ക് മങ്ങിലാണ്, അവൾ എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണു, നിങ്ങളെ കയ്യിൽ എന്തെങ്കിലും ഉണ്ട് തറും ചെന്നപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ തെല്ല് വേർപ്പെടുത്ത് കൊടുക്കണു. അങ്ങനെ ഔത്തുൽ അത് സൂക്ഷിക്കാറ് ചരിത്രം ചൊല്ലു. പിന്നെ ആ ഔത്രങ്ങ ആ അറക്ക് കൊണ്ട് വേർപ്പ് കൊണ്ട് സുഗന്ധ ഇട്ടാറുണ്ടായെങ്കിൽ മദീന മൊത്തം മണത്തോണ്ടിന്ത് ആ ഔത്തുകു ബൈത്തുൽ മുതയ്യബീൻ സെൻട്രാൽമാരെ അവാൻ ചൊല്ല പേര് വന്നോണ്ടിന്ത്. അതുകൊണ്ട് എന്തൊരു മണമാണ്, എന്തൊരു സൗന്ദര്യമാണ്, എന്തൊരു നല്ല മുഖമാണ്. ആകാശത്തിൽ കാണ്ടെങ്കെത്ത ഉണ്ണിവിടെ ചന്ദ്രയുടെ പോലും സോപ്പാട്ടെങ്കെത്ത മുഖമാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് മങ്കൂസ് മൗലിദിന്റെ അവസാനം ചൊന്ന്. ഞാൻ ഇങ്ങനത്തെ നേതാവിടെ കണ്ടേണ്ട് സ്വപ്നം കണ്ടതിന്റെ വകയാണ് അയാൾ ചൊന്നുകൊണ്ടുള്ള. പഠിച്ച് ഒരു നാൾ നക്കും അങ്ങനെ ചെല്ലണു. സുബൈക്കെഞ്ചിട്ട് വറക്കടെഞ്ചിട്ട് അൽഹംദുലില്ലാഹ് സന്തോഷത്തോടെ റായത്താൽമാരൊട്ടി പാടുന്നുണ്ടല്ല ചൊല്ലുന്നാൻ. ആ അനുഭവം
മനസ്സിലാക്കാവുന്നു. റഅയ്തു ലൈലത റജുലൻ ഹസനൽ വജി, അത്രയും നല്ല മുഖത്തെ സൗന്ദര്യത്തെ ഉടമയായ ലോകത്തെ ഏറ്റവും ചന്തമുള്ള നേതാവുടെ വകയാണ് നിങ്ങൾ പഠിക്കുകൊണ്ട്. അപ്പോഴാണ് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു മദീനത്തെ പള്ളിയുടെ മുട്ട വന്ന് ചൊന്നെങ്കത്തെ പലക്ക് നിങ്ങൾക്ക് നിനപ്പാവും. ഒരു നാൾ പരിശുദ്ധമായ മദീനത്തിൽ റബിയുൽ അവ്വലിന്റെ ടൈമിൽ സുബഹി 3 ഗಂಟೆ 4 ಗಂಟೆ ആകുമ്പോ റൗളത്ത് പോയി ക്യൂ നിൽക്കുമ്പോ ആകാശത്ത് ഹുന്നിയുടെ ചന്ദ്രനെ കണ്ടെത്ത്. ആ സമയത്ത് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ചെന്ന പലക്ക് നിനപ്പായിട്ട് അയാൾ ചൊല്ലു, ഞാൻ മദീനത്തെ പള്ളിക്ക് പോയ അവിടെ ഏതാ ആകാശത്തിൽ ഹുന്നിയുടെ ചന്ദ്ര കണ്ടുകൊണ്ടുണ്ട്. എന്തൊരു സന്തോഷമാണ്, എന്തൊരു ചന്താണ് അതൊക്കെ. ഇപ്പുറത്തിതാ മദീനത്തെ പള്ളിയിൽ എന്റെ നേതാവിടെ ഞാൻ നോക്കിക്കൊണ്ടുള്ള ഈ മുഖത്ത് കുറുക്ക നോക്കടെ ചന്ദ്രയുടെ കുറുക്ക നോക്കടെ, മുഖത്ത് നോക്കടെ ചന്ദ്രക്ക് നോക്കടെ, മാറി മാറി നോക്കിയപ്പോ ആർക്കാണ് ഏറ്റവും സൗന്ദര്യം. അവസാനം അയാളെ റിസൾട്ട് വന്ന് ഈ കാണെങ്കിൽ 14 രാത്രിയിലുള്ള ഹുണ്ണിമയുടെ ചന്ദ്രടാട്ടി ചന്ത നന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ കേട്ട് ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുണ്ട്. അല്ലാഹു ഞങ്ങളെ ബർക്കത്ത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണുക നമുക്ക് തൗഫീഖ് തരട്ടെ. ശബീഹുക ബദ്റുൽ ലൈലി ബൽ അൻത അൻവറു വവജ്ഹുക മിമ്മാഇൽ മലാഹാത്തി അസ്ഹറു, നിങ്ങളുടെ മുഖം അത് രാത്രിയിൽ കണ്ട ചന്ദ്രനെ പോലെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല, അത് രാറ്റപ്പുറം പ്രകാശിക്കുന്നതാണ്. വർണ്ണനയുടെ ലോകത്ത് സ്വത്തങ്കെത്ത ആളാണ് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു. കാവ്യ സാമ്രാജ്യത്തെ രാജകുമാർ 6 ഗಂಟೆ ബൂസീരി ഇമാം ഉണ്ട് ചെല്ല, ബഹുമാനപ്പെട്ട ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു ഉണ്ട് ചെല്ല. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വർണ്ണിക്കടവിടെ അങ്ങ് സ്വത്ത് പോയാറ്, അങ്ങ് പദങ്ങളില്ല. അൽഹംദുലില്ലാ, ആ മഹാന്മാരെ കാൽപാദങ്ങൾ പിന്തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ಬಗ್ಗೆ ഈ മലിനമായ പരിസരത്ത് ഭേദിച്ച് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സൗന്ദര്യം പഠിക്കുമെന്നെങ്കിൽ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് എല്ലാവിധ വിജയവും ഞാൻ ആശംസിച്ചുകൊണ്ടുള്ള അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഇത് സംഘടിപ്പിച്ചെങ്കിൽ മൈമൻ അക്കാഡമിയിലെ എല്ലാ ആൾമാർക്കും, മെതുമദനി ഉസ്താദ് അയാളെ കുടുംബത്തിന് എല്ലാ ആൾമാർക്കും അള്ളാഹു ആഫിയത്തും ദീർഘായുസും സന്തോഷവും തരട്ടെ. പരിശുദ്ധമായ മക്ക മദീനത്ത് ജീവിതത്തിൽ ചെമ്മവട്ട പോകും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖിദ്മത്താക്കൂ. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. ഏതെങ്കിലും ഒരു രൂപത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സേവ ഗിൽഞ്ഞാണ്ടായെങ്കിൽ അങ്ങനെ ഒരിക്കലും പഠിത്തം കൈവിടില്ലാണ്ട് ഇമാം ബഹുമാനപ്പെട്ട സൂഫി ജഗത്തുര ചക്രവർത്തി അബ്ദുൽ വഹാബ് ഷാറാനി റളിയല്ലാഹു അൻഹു ചെന്നുകൊണ്ടുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അള്ളാഹു ഞങ്ങളെ സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. എല്ലാവരും ദ്വാരക്കൊന്നും ചൊല്ല വസിയത്തോടെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം ഫഇൻ തവല്ലൗ ഫഖുൽ ഹസ്ബിയല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അളീം. പരിശുദ്ധ ഖുർആനിന്റെ ഈ വാക്യത്തോടെ ഈ നല്ല പ്രോഗ്രാം ഉദ്ഘാടനമാക്കി നിപ്പാട്ടെ ഇൻഷാ അല്ലാഹ്. എല്ലാവർക്കും ഈ വസിയത്ത്. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖബൂൽ ചെയ്യുമാറാകട്ടെ.